നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM നേതാവ് VK ഗോപാലൻ രക്തസാക്ഷി ദിനം. പെരിഞ്ഞനത്ത് അനുസ്മരണവും പുഷ്പാർച്ചനയും പ്രകടനവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. നാടെങ്ങും കൺവെൻഷനുകളും സ്വീകരണ യോഗങ്ങളും. കയ്പമംഗലം കാളമുറിയിൽ ജ്വല്ലറിയുടെ സെക്യൂരിറ്റി ജീവനക്കാരന് സാമൂഹ്യ വിരുദ്ധരുടെ മർദ്ദനം. ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വാർത്തകൾ വിശദമായി. തീരദേശത്തെ പ്രമുഖ CPM നേതാവായിരുന്ന VK ഗോപാലന്റെ 30ാം രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം ഓണപ്പറമ്പിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം KS മുഹമ്മദ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CM വേലായുധൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PM അഹമ്മദ്, PK അർമുഖൻ, വൃന്ദ പ്രേംദാസ്, EV രമേശൻ, KK ആബിദലി, പുഷ്പ ശ്രീനിവാസൻ, MS നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ VK ഗോപാലന്റെ ബലികുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് പുളിഞ്ചോട് സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസിന്റെ ഒത്താശയോടെ RSS രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തടലിൽ വിരിയും, രക്തപതാക തടലിൽ വിരിയും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CN മോഹനൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, PM അഹമ്മദ്, PK ചന്ദ്രശേഖരൻ എന്നിവരും പ്രസംഗിച്ചു. അന്ന് ഈ ദേശാഭിമാനിയുടെ പത്രം തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചിട്ടില്ലല്ലോ. അപ്പൊ അന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് എത്തുന്ന പത്രത്തിന്റെ ഈ വാർത്തകളെല്ലാം പൂർണ്ണമായും എറണാകുളം ജില്ലയ്ക്ക് എത്തും കിട്ടും. അപ്പം അതിലകം പെരിഞ്ഞനം, കൊടുങ്ങല്ലൂര്, അതിൽ നാട്ടിക തുടങ്ങിയുള്ള ഭാഗത്തൊക്കെ തൃശ്ശൂർ ജില്ലയ്ക്കകത്തുള്ള വാർത്ത പൂർണ്ണമായും പടം ഉൾപ്പെടെ ദേശാഭിമാനിക്കകത്ത് ഒറ്റ എഡിഷനാണ് അത് കിട്ടുമായിരുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്ത് ഉള്ള സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആൾക്കാർ വിദ്യാഭ്യാസം കോളേജിൽ നിന്നെല്ലാം പോന്ന് നിൽക്കുന്ന കാലത്ത് DYFIയിലൊക്കെ പ്രവർത്തിച്ച് പാർട്ടി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു, പാർട്ടിയിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ അതൊരു തുടർച്ചയായിട്ട് ആ വാർത്ത കിട്ടില്ല. അന്ന് നമ്മുടെ പാർട്ടി കേന്ദ്രങ്ങളിലും പാർട്ടി കേഡർമാരിലും ഞെട്ടലുളവാക്കിയ സംഭവമാണത്. അതിന്റെ തുടർ വാർത്തകളെല്ലാം കൃത്യമായി വായിച്ചിട്ടുണ്ട്. ഞാനത് സാറിനോട് പറയുകയും ചെയ്തു, ചന്ദ്രശേഖരനോട് സംസാരിക്കുകയും ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ പര്യടന പരിപാടികൾ തീരദേശത്ത് പുരോഗമിക്കുന്നു. കാട്ടൂർ, എടത്തിരുത്തി, കയ്പമംഗലം എന്നീ പഞ്ചായത്തുകളിലായിരുന്നു തിങ്കളാഴ്ച ഇന്നസെന്റിന്റെ പര്യടനം. എടത്തിരുത്തി ബസാറിൽ നടന്ന സ്വീകരണ പരിപാടി CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. LDF നേതാക്കളായ പ്രൊഫസർ KU അരുണൻ, AV സതീഷ്, മഞ്ജുള അരുണൻ, KC ശിവരാമൻ, VK ജ്യോതിപ്രകാശ്, MK ഫൽഗുണൻ, KG സുഗദാസ്, RK ബദറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. 4 പേര് ഞാൻ കണ്ടതിൽ 3 പേരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക സ്ഥാനാർത്ഥികളാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് 4 സീറ്റേ കിട്ടിയുള്ളൂ. അതിന് 3 പേരും ഈ നാട്ടിലെ 5 MP-മാര് നല്ല ആളുകളെ, കഴിവുള്ള ആളുകളെ മലയാള മനോരമ ചാനൽ തെരഞ്ഞെടുത്തതിൽ പെട്ടിട്ടുണ്ട്. 4ാമത്തെ ഇടതുപക്ഷത്തിന്റെ MP പി കരുണാകരൻ അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കത്തക്ക വിധത്തിന് നല്ല കഴിവുള്ള MP ആണെന്ന് BJP-യുടെ സ്ഥാനാർത്ഥി TV-യിലൂടെ പറയുന്നത് ഞാൻ കേട്ടതാണ്. BJP-യുടെ സ്ഥാനാർത്ഥി പറയുന്നത് TV-യിലൂടെ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരും എന്താണ് എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 15 പേരിൽ 13 പേരില് നമ്മുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിരുന്ന MP ആയിരുന്ന പീതാംബരക്കുറുപ്പ്. കൊടുങ്ങല്ലൂരിൽ എലിവേറ്റഡ് ഹൈവേ ആവശ്യമാണെന്ന് UDF സ്ഥാനാർത്ഥി PC ചാക്കോ. കൊടുങ്ങല്ലൂർ വഴിയുള്ള തീരദേശ റെയിൽവേ അടഞ്ഞ അധ്യായമല്ലെന്നും ചാക്കോ. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേയുടെ ആവശ്യകത UDF സ്ഥാനാർത്ഥി അടിവരയിട്ട് പറഞ്ഞു. മുൻപ് മുകുന്ദപുരം MP ആയിരിക്കെ തുടക്കമിട്ട തീരദേശ റെയിൽവേയുടെ സാധ്യതകൾ വീണ്ടും പരിശോധിക്കുമെന്നും PC ചാക്കോ പറഞ്ഞു. തുടക്കം മുതൽ തന്നെ നമ്മുടെ വിജയസാധ്യതയെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. വിജയസാധ്യതയിൽ സംശയമില്ലാന്ന് പറഞ്ഞാൽ വളരെയധികം അനുകൂലമായ ഒരു നിയോജകമണ്ഡലമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ എതിരാളികൾക്കും ഉള്ളത്. UDF-നെ സംബന്ധിച്ച് അനുകൂലമായ നിയോജകമണ്ഡലമാണ് എന്നങ്ങനെ തന്നെയായിരുന്നു. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ സെഗ്മെന്റുകളും ഒരുപക്ഷെ ഓരോ സെഗ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാം പ്ലസ് ആയിരുന്നു മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ നിലയ്ക്കും മറ്റെല്ലാ നിലയിൽ നോക്കിയാലും ഇതൊരു UDF-ന്റെ ഷുവർ സീറ്റാണ്. പിന്നെ ഓവറോൾ സിറ്റുവേഷൻ കേരളത്തിലൊട്ടാകെ UDF-ന് അനുകൂലമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. തന്റെ എതിർ സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തമാശകൾ തനിക്കിഷ്ടമാണെന്നും ഇന്നസെന്റിന്റെ താരപരിവേഷം തനിക്ക് ഭീഷണിയല്ലെന്നും PC ചാക്കോ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തീരദേശ മേഖലയിൽ കൺവെൻഷനുകൾ തുടരുന്നു. UDF-ന്റെ ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിങ്കളാഴ്ച ചന്ദ്രാപിന്നി SRVUP സ്കൂളിൽ നടന്നു. TN പ്രതാപൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് സജയ് വയനപ്പള്ളി, PM അബ്ദുഹാജി, PB താജുദ്ദീൻ, CS രവീന്ദ്രൻ, MK ഹസനലി, CC ബാബുരാജ്, MV ബാലൻ, PD സജീവ്, PM നസീർ, ഉമറുൽ ഫാറൂഖ്, VA ആസിഫ്, PK ഹംസ, ലൈല മജീദ്, AK ജമാൽ, സാജിദ പുതിയ വീട്ടിൽ എന്നിവരും പ്രസംഗിച്ചു. ഇത് PC ചാക്കോ ജയിക്കണമോ, ഇന്നസെന്റ് തോൽക്കണമോ എന്നുള്ള തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്നതിനെ കുറിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് ഈ രാജ്യം നിലനിൽക്കുവാൻ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നാം നിലനിർത്തി വരുന്ന മതേതരത്വത്തിന്, ആ മതേതരത്വ സങ്കല്പത്തെ നിലനിർത്തി മുന്നോട്ട് പോകണമോ, ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിലേക്ക് അവർക്ക് താണ്ഡവമാടാൻ എറിഞ്ഞു കൊടുക്കണമോ എന്ന ചോദ്യത്തിനാണ് ഈ വരുന്ന 10-ാം തീയതി നാം ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കടന്നുപോക്കാണ് ആ നിർണായകമായ UDF-ന്റെ എടത്തിരുത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. KK രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ CC ബാബുരാജ്, CS രവീന്ദ്രൻ, സുധീർജി കൊല്ലാറ, PK അബ്ദുൽ റഹ്മാൻ മാസ്റ്റർ, CP അക്ബർ അലി ഹാജി, KM മധുസൂദനൻ, PA ഷറഫുദ്ദീൻ, പ്രകാശൻ എന്നിവരും പ്രസംഗിച്ചു. UDF-ന്റെ മതിലകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മതിലകം പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ MK അബ്ദുൽ സലാമാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. 55 വർഷക്കാലത്തിനുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാ ഉത്തരവാദിത്വവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിക്ഷിപ്തമാണ് എന്ന് പറയാൻ നിർവാഹമില്ല. പക്ഷെ 1947 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യമാണ്. ഇത് ഞാനും എൻ്റെ പാർട്ടിയും
ഇന്ത്യയിൽ സാമ്പത്തിക സമത്വത്തിലുള്ള പോരാട്ടം ആരംഭിക്കും എന്നാണ് 1947 പറഞ്ഞത്. അന്ന് മുതൽ ഇന്ത്യയിലെ 6 ലക്ഷത്തോളം വരുന്ന ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ബൃഹത്തായ പദ്ധതികൾ പരിപാടികൾ ആവിഷ്കരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ മുന്നോട്ട് പോയി. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ രൂപം കൊടുത്തു. 12 പഞ്ചവത്സര പദ്ധതി കടന്നുപോയി. ഇന്ത്യയിൽ ഇന്ത്യയെ സ്വതന്ത്രമാകുന്ന ഇന്ത്യ, സ്വതന്ത്രാനന്ദ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ 32 കോടി ജനങ്ങളുണ്ട്. ആ 32 കോടി ജനങ്ങൾ ഉടുതുണിക്ക് മതമില്ലാത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ, കിടപ്പാടമില്ലാത്തവർ, ആരോഗ്യരംഗത്ത്, വ്യവസായ രംഗത്ത്, കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ. കോൺഗ്രസ് മതിലകം മണ്ഡലം പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ SK ഹാഷിം തങ്ങൾ, CS രവീന്ദ്രൻ, PN ബാലകൃഷ്ണൻ, PMA ജബ്ബാർ, ഹനീഫ മുളംപറമ്പിൽ, സുനിൽ P മേനോൻ, KM ജോസ്, OA ജെൻഡ്രിൻ, PK റഫീഖ്, സിദ്ദിഖ്, AK ഭരതൻ, MK ബാലൻ, TK വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. കുഞ്ഞുണ്ണി മാഷ് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ 8ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ബുധനാഴ്ച സംഘടിപ്പിക്കുന്നു. വലപ്പാടുള്ള കുഞ്ഞുണ്ണി മാഷിന്റെ അതിയാരത്ത് വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന പരിപാടി പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞുണ്ണി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ സമർപ്പണവും അനുസ്മരണത്തിന്റെ ഭാഗമായി നടക്കും. കാവ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സുഗതകുമാരി ടീച്ചർക്ക് കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരവും, ബാലസാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് CP പള്ളിപ്പുറത്തിന് കുഞ്ഞുണ്ണി മാഷ് ബാലസാഹിത്യ പുരസ്കാരവും സമർപ്പിക്കും. ഗീതാ ഗോപി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MLA, ബാലചന്ദ്രൻ വടക്കേടത്ത്, UK കുമാരൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.